ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്ക്രാച്ച് സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ലെങ്ത്ത് ഇച്ചിരി കൂടുതലുള്ള വീതി കുറഞ്ഞ ഒരു തുണിയാണ്. ഒറ്റ പീസായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബസ്റ്റിൻ്റെ അളവിന് പോലും വണ്ണം പോരാ. അപ്പോൾ ഞാനോർത്ത് ഇങ്ങനെ ആം ഹോളിൻ്റെ അറ്റത്ത് ഒരു കഷ്ണം പിടിപ്പിക്കാം. ബാക്ക് സൈഡിൽ ഫ്രണ്ട് പീസിൽ സെൻറ്ററിൽ ഒരു ഡിസൈൻ പോലെ കൊടുക്കാമെന്ന് കരുതി. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോൾ പോലെ കാണുന്നത് ഒരു ലേസാണ്. ഞാൻ എന്തെങ്കിലും തയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിപ്പിക്കാമെന്ന് കരുതിയിട്ട് നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. സ്ക്രാച്ചിൽ നിന്ന് നമ്മളൊരു ഡ്രസ്സ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു ഐഡിയ വേണം കേട്ടോ. ആ തുണി എന്തോരം ഉണ്ടെന്നും നമ്മൾ എന്താണ് ചെയ്യണതെന്നും അതിൻ്റെ ഒരു ഡിസൈനൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് വരച്ച് വയ്ക്കുകയോ കണക്ക് കൂട്ടി വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ അതിൽ പിടിപ്പിക്കാനുള്ള എന്തെങ്കിലും ലേസുകളോ ബട്ടൺസോ ബീഡ്സോ എന്താണെന്ന് വെച്ചാൽ അതും ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ മനസ്സിൽ കാണും, അല്ലെങ്കിൽ വരച്ചോ എഴുതിയോ ഒക്കെ വയ്ക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തുണി കണ്ടപ്പോൾ ഞാൻ ഓർത്തു ലൈനിങ് ഒന്നും വേണമെന്നില്ല, കോട്ടൺ തുണിയാണ്. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുമ്പോൾ ഭംഗിയായിരിക്കും എന്ന് തോന്നി. കാണുമ്പോൾ തീരെ ലെങ്ത്ത് കുറഞ്ഞ കുട്ടി ഉടുപ്പായിട്ട് അല്ലെങ്കിൽ കുട്ടി ടോപ്പായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു 16 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ടോപ്പാണ് കേട്ടോ. പിന്നെ മറ്റ് കളറിലുള്ള തുണികളൊന്നും ഇതിനോട് ചേർത്ത് വയ്ക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് സിംഗിളായിട്ട് തന്നെ ചെയ്യാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് അടിയൊക്കെ മടക്കി തയ്ച്ചപ്പോഴേക്കും വളരെ നേരിയതായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. തയ്ച്ച് കണ്ടതിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇട്ട് കണ്ടപ്പോഴേക്കും. നമ്മുടെ മോഡലിനും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ സ്വന്തം മോഡലാണ് കേട്ടോ. വീക്കെൻഡിൽ മാത്രമേ നമ്മുടെ മോഡലിനെ നമുക്ക് കിട്ടാറുള്ളൂ. വേറെ സ്ഥലത്ത് നിന്നാണ് ഞാൻ പഠിക്കണത്. നാളെ കോംബോ ആണ് കേട്ടോ, കാണണേ.